ഹലോ ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് UFC 301 മലയാളം വാർത്തകൾ. ഓക്കെ, രസകരമായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ ഇവൻറ്റ് ടൈം പാസ് ആയിരുന്നു എപ്പോഴത്തേയും പോലെ. അതിൻ്റെ മെയിൻ ഇവൻ്റ് ആയിട്ടുള്ള അലക്സാണ്ടർ പാന്തോജ ആൻഡ് സ്റ്റീവ് എർസെഗ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റ് എന്തൊക്കെയോ കോൺട്രവേഴ്സി. അലക്സാണ്ടർ ജയിച്ചു, പക്ഷേ കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. നാട്ടുകാർ ഒരു നല്ല ശതമാനം പേര് പറയുന്നത് സ്റ്റീവ് എർസെഗാണ് ജയിച്ചത്, കാരണം അദ്ദേഹം സ്ട്രൈക്കിങ്ങിൽ നല്ലതായിരുന്നു. അലക്സാണ്ടർ അദ്ദേഹം ടേക്ക് ഡൗൺ അതിൽ വിജയിച്ചു, പക്ഷേ കാര്യമായിട്ടുള്ള ഡാമേജ് ചെയ്തില്ലെന്ന് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഞാൻ ഒരു ഗ്രാപ്ലിംഗ് ഫാനാണ്, ഞാൻ ടേക്ക് ഡൗൺ ഫാനാണ്. അതുകൊണ്ട് ഞാൻ അലക്സാണ്ടറിനെ ഇത് കൊടുക്കത്തുള്ളൂ. അതെൻ്റെ അഭിപ്രായമാണ്, തെറ്റായിരിക്കാം. പക്ഷേ എന്തായാലും UFC ജഡ്ജസ് എല്ലാവരും തന്നെ അലക്സാണ്ടറിനെയാണ് വിജയിയായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് അംഗീകരിച്ച് പറ്റത്തുള്ളൂ. അപ്പോൾ കൺഗ്രാജുലേഷൻസ് അലക്സാണ്ടർ. പിന്നെന്താണ്, ഇത് UFC ആണ്, ഇത് MMA ആണ്. അപ്പോൾ ഇതിനകത്ത് സ്ട്രൈക്കിംഗ് മാത്രമല്ലല്ലോ. സ്ട്രൈക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിക്ക് ബോക്സിംഗ് ആയിപ്പോവും. സ്ട്രൈക്കിംഗ്, ഗ്രാപ്ലിംഗ് എല്ലാം ചെയ്യേണ്ടി വരും. പിന്നെ ഈ പറയുന്നൊരു പോയിന്റ് എന്താണെന്ന് അറിയാമോ, ഈ വെറുതെ ടേക്ക് ഡൗൺ ചെയ്തിട്ട് കാര്യമില്ല, അവിടെ നമുക്ക് എന്തെങ്കിലും ഡാമേജ് ചെയ്യണം. അത് ചെയ്തില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയേണ്ടവർക്കിരുന്ന് പറയാം. അപ്പോൾ ഞാനാണെങ്കിൽ സംസാരിക്കാൻ വളരെ ഈസിയാണ്, ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹം ഫൈറ്റ് ചെയ്ത് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് റെക്കോർഡിൽ വിജയമായിട്ട് കണക്കാക്കപ്പെടും. പിന്നെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഹോസെ ആൾഡോ വിജയിച്ചിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. മെയിൻ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് മൂപ്പര് ഈ പ്രായത്തിലും, നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രായത്തിലൊന്നും ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. അപ്പോൾ UFC പോലെ വലിയ തട്ടകത്തിൽ വന്ന് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഗിവ് എ ടൈറ്റിൽ ഷോട്ട് ടു ഹോസെ ആൾഡോ. നമ്മൾ പറയാൻ ആരാണ്, എന്തായാലും ജയിച്ചിരിക്കുകയാണ്. പിന്നെ ഹൃദയത്തിൽ വളരെ സന്തോഷം നൽകിയ കുറച്ച് കാര്യങ്ങളാണ്. ആന്റണി സ്മിത്ത്, അദ്ദേഹം ജയിച്ചിരിക്കുകയാണ്. പിന്നെ പെരേര, ഓക്കെ, അദ്ദേഹം നല്ല ടൈം പാസ് ആയിരുന്നു, നല്ല സ്കില്ലായിരുന്നു. അത് സബ്മിഷൻ ആണെങ്കിലും ഒരു നോക്കൗട്ട് ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും. അപ്പോൾ എന്നെ സത്യം പറഞ്ഞാൽ സന്തോഷിപ്പിച്ച ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് അലക്സാണ്ടറിൻ്റെ ടേക്ക് ഡൗൺസ്, അതിനേക്കാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം ഹോസെ ആൾഡോ ജയിച്ച ആന്റണി സ്മിത്ത് ജയിച്ചത് എനിക്ക് വലിയ സന്തോഷമായിപ്പോയി. എപ്പോഴത്തേം പോലെ UFC 301 ടൈം പാസ് ആയിരുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക, അവിടെയും ആക്ഷൻസ് ഉണ്ട്. Deepak_Ashokan, അത് ഫോളോ ചെയ്യുക. അടുത്ത UFC വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതായിരിക്കും. ബൈ ഗൈസ്, ടേക്ക് കെയർ.